ഇതാണോ വീട്? എന്താ മനുവേട്ടാ, പരിചയം തോന്നുന്നുണ്ടോ? ഇത് വലിയ ബംഗ്ലാവാണല്ലോ. കളിയാക്കണ്ട, ബംഗ്ലാ സോറി, ബംഗ്ലാവ് തന്നെയാ. 3 നിലയാ. കൈതക്കൽ മാളിക വീട് 2 നിലയിലേ ഉള്ളൂ. അയ്യോ, നമ്മള് പാവങ്ങളെ ജീവിച്ചു നോക്കട്ടെ. അയ്യോ, പഞ്ചപാവങ്ങള്, പരമദരിദ്ര, പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കുന്നവൻ. ഇതെവിടെയും വെച്ച് പണിതിട്ട് വലിയ കപ്പലെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി വെച്ചതായിരിക്കും. അത് ഇവിടെ തന്നെ പണിതതാ, ഒരു കണ്ടുപിടുത്തം. എന്നാലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെന്ററിൽ വീട് പണിതോണ്ടിരിക്കും. ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? ഇറങ്ങണ്ടേ? സംഗതി കൊള്ളാം കേട്ടോ. എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മള് രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെല്ലുന്നത് കാണുമ്പോ അവരെന്ത് വിചാരിക്കുവാവോ? കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചേക്കും. അതേക്കുള്ളൊന്നും വിചാരിക്കല്ലോ. എന്റെ പൊന്നെ, അവര് വിചാരിച്ചേക്കാൻ സാധ്യത പറഞ്ഞതേ ഉള്ളൂ. ജമ്മോ, അങ്ങനെ കണ്ണുകൊണ്ട് കുത്തല്ലേ. ഹലോ അലീന. ഹായ് ജോസേട്ടി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോന്നു. ഇതാരാ? ഇത് മനുശങ്കർ. ഞങ്ങളൊക്കെ മനുവേട്ടാന്ന് വിളിക്കും. എന്റെ അങ്കിളിന്റെ മകനാ. അവിടെ ഒരു അങ്കിളുണ്ടോ? അവിടെ ഒന്നല്ല, 3 അങ്കിൾമാരുണ്ട്. നിങ്ങൾ പാലായിന്ന് വരുവാണോ? ആണെന്നേ. എന്നങ്ങ് ചെല്ല്, രേവതി അവിടെ ഉണ്ട്. ഇന്നെങ്ങും പോയിട്ടില്ല. മനേട്ടാ വാ. രേവതിക്കുട്ടിയാണ് ഈ വീട്ടിലെ സ്റ്റാർ അല്ലേ? അവിടെ സ്നേഹം കൊണ്ട് പിടിച്ചെടുത്തതാ ആ സ്ഥാനം. ഇതെന്നെ പറയാതെ വന്നേ? നിന്റെ തുള്ളിച്ചാട്ടം കാണാൻ. അവിടെ നിൽക്കാതെ കയറി വന്നേ. വാ വാ. അടിപൊളി വീടാണല്ലോ. എന്റെയാ? ഈ വീടോ? എന്തോ വിശ്വാസം വരുന്നില്ലേ മനുഷ്യട്ടന്? എനിക്ക് അത്ര വിശ്വാസം പോരാ. എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടിയെന്ന് എന്ന് പറയുന്നു? അന്ന് വരെ ഈ വീട് എന്റെ. ഇത്രയും ഈടുള്ള ഒരു ഓണർഷിപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വീട് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. പൂമതിരേക്ക് പണിത് വെച്ചൊരു ബംഗ്ലാവ്. അല്ല, ഈ 2-3 മനുഷ്യർക്ക് താമസിക്കാണ് ഇത്രയും വലിയ വീട്. ഇപ്പൊ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് കൊറേ കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേ ഇതിനകത്ത് നിറച്ചോളാവും. എടി, നാണമില്ല നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? അവിടെ സ്നേഹ നികേതനത്തിൽ വെച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന പെണ്ണാ. സത്യം, ഈ അങ്കിളും ആന്റിയും കൂടി എന്നെ നശിപ്പിച്ചു. അവര് കേക്കരുത് നിന്റെ ഇമ്മാതിരി വർത്താനം. ഞങ്ങള് കേട്ടു. ഇവളല്ലേ ഇതും ഇതിലപ്പുറവും പറയും. ആന്റി, നമ്മള് അന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് വെച്ചാ മറന്നാണോ അല്ലേ? പോടുന്നു. എവിടെ മറക്കാൻ? ഇവള് സമ്മതിക്കണ്ടേ? അലീന ചേച്ചി, മനിച്ചേട്ടൻ അലീന ചേച്ചി. എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും ഇവൾക്ക് എല്ലാ ദിവസവും. അങ്ങനെ ഷേവ് ചെയ്യാട്ടോ. ഇപ്പൊ വരും. ഞാൻ അലീന ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു വന്നായിരുന്നു. ആഹാ, കൊണ്ടുവിട്ടിട്ട് എങ്ങോട്ട് പോവാൻ? ഓഫീസിലേക്ക്, ഇൻഫോ പാർക്ക്. ഇന്നിപ്പോ ഉടനെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എടി മോളെ, നീ ചായ എടുക്കുന്നില്ല. ഇവരിങ്ങനെ ഇവിടെ നിർത്തിയാ മതിയോ? ഒരു കാന്താരി സ്വഭാവം അല്ലേ? അയ്യോ, വെറും കാന്താരിയല്ല, കാന്താരി ഉപ്പിലിട്ടതാ. ഇരിക്കുവാൻ. അല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ വാ, ഇങ്ങോട്ടേക്ക്. മാമച്ചായ, മനു, ഇവിടെ എന്നാ ഉണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? രേവതിക്കുട്ടി കോളേജ് ചേർന്ന കാര്യം അറിഞ്ഞായിരുന്നല്ലോ. അത് അലീന പറഞ്ഞായിരുന്നു. അവിടുത്തെ ചില ന്യൂസൊക്കെ രേവതിക്കുട്ടിയോട് അലീന പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വൈജയന്തി മാലയുടെ ആക്സിഡന്റ്. വൈജയന്തി മാലയോ? വൈജയന്തി വരെയുള്ള ഞങ്ങളെ? അതാ രേവതിക്കുട്ടി എപ്പോഴും അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കൂടി തെറ്റിച്ചു. അവളെ അങ്ങനെ പറയത്തുള്ളൂ. ഇതിനിടയ്ക്ക് അലീനയെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം നടന്നല്ലേ? ആ വൈജയന്തിക്ക് ആംഗ്ലമാർക്കും അലീനയോടൊന്ന് എത്ര വിരോധം. എന്നാ ഞാൻ അതൊക്കെ പറയാൻ പോയി ഞാൻ കുഴഞ്ഞു വന്ന സ്റ്റോറി. ഈ മനുഷ്യന് സുഖം കൂടുന്തോറും അഹങ്കാരം കൂടും. നമുക്ക് ഏറ്റവും ഡിമാൻഡ് എന്താ? എനിക്ക് ദാഹിക്കുന്നു, ഇത്തിരി വെള്ളം തരും. അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു, ഒരു നേരത്തെ ആഹാരം തരും. അത് കിട്ടിയാൽ തൃപ്തിയായി അല്ലേ? തൃപ്തിയായി. ആർക്കെങ്കിലും തൃപ്തിയായിട്ടുണ്ടോ? ഒരു രാജ്യം മുഴുവൻ കയ്യിലുള്ള തൃപ്തി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നു. വീടും കാറും കപ്പലും വിമാനവും സ്വന്തമായിട്ട് കയ്യിലുള്ള തൃപ്തിയായിട്ടുണ്ടോ? അവന് സ്പേസ്ഷിപ്പ് കൂടെ വേണം. നല്ല ഭർത്താവ്, നല്ല വീട്, നല്ല കുട്ടികൾ, നല്ല ശമ്പളം, നല്ല ജീവിതം. ഭാര്യയ്ക്ക് തൃപ്തിയാവോ? ഇല്ല. ഡിമാൻഡ് പിന്നെയും ബാക്കി. അവനെ മാറ്റി നിർത്തണം, അവളെ അടുപ്പിക്കരുത്, മറ്റവൾക്ക് പണി കൊടുക്കും, അയാളെ അങ്ങനെ ജയിക്കാൻ വിടരുത്. അതെല്ലാം ശരിയാ മനു. അതിന്റെയൊക്കെ അനന്തര ഫലങ്ങളാണ് നമ്മൾ ഈ കാണുന്ന സകല പ്രശ്നങ്ങളും. നമുക്ക് സുഖങ്ങൾ പങ്കിടാൻ മനസ്സിൽ, ദുഃഖങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ഇഷ്ടം. വന്നോടനെ മനുഷ്യട്ടൻ മൈക്ക് കയ്യിലെടുത്തോ? ഞാൻ കുറച്ച് ഫിലോസഫി ഒക്കെ വിളമ്പുമായിരുന്നു. അങ്ങനെ തന്നെ വിചാരിച്ചു കാണും ഇവൻ എവിടുന്ന് വരുന്നുണ്ടെന്ന്. മനു പറഞ്ഞതൊക്കെ വാസ്തവ. മനുവേട്ടൻ എന്താ പറഞ്ഞെന്ന് കേട്ടില്ല. പ്രത്യേകിച്ചൊന്നും ഇല്ല. കൊല്ലപ്പള്ളിയിലും കടപ്പാടിലും നടക്കുന്ന കാര്യങ്ങളെ ഇലയ്ക്കും മുള്ളിലും കേടില്ലാന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യട്ടാ, ചായ കുടിച്ചേക്കണേ, തണുപ്പിച്ച് കളയല്ലേ. ഇപ്പൊ ബാലേന്ദ്രനും വൈജയന്തിയുടെ ആംഗ്ലമാരെല്ലാവരും അലീനയുടെ പക്ഷത്തായി. ബാലേന്ദ്രൻ അലീനയുടെ അച്ഛനുമായി. അതോടെ അലീന രക്ഷപ്പെട്ടില്ലേ? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മുഖ്യ ശത്രുവായിട്ട് തുടരും. വൈജയന്തി മാല അവർക്ക് ഇനി മതിയായില്ലേ? ഇതുപോലൊരു തോൽവി ഈ ലോകത്ത് വേറെ കാണത്തില്ല. എടി, അധിക പ്രസംഗം. എനിക്ക് എന്നാണോ വൈജയന്തി മാലയുടെ കാര്യം കേൾക്കുമ്പോഴേ ദേഹത്തൊക്കെ ചൊറിയുമ്പോഴും തൊട്ട പോലെ ചൊറിച്ചില്ല. അലീന, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവളെ ഉണ്ടല്ലോ, ഇവളെ തിരക്കി കിളിമാനൂരിൽ നിന്ന് ഒരാള് വന്നിരുന്നു. അയാൾ പറഞ്ഞിടത്തോളം കാര്യം സത്യമാണെങ്കിൽ അയാളുടെ അപ്പൂപ്പനായിട്ട് വരും, ഗ്രാൻഡ് ഫാദർ. ഉള്ളതാണോ? അതെ, അയാള് പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ട് ഏറെക്കുറെ സത്യമാ. ഇവളുടെ അപ്പനുണ്ട് ജീവനോടെ, പക്ഷേ ക്യാൻസർ ആയിട്ട് കിടക്കും. എന്നിട്ട് പോയി കണ്ടില്ലേ?
കണ്ടെന്നേ അതല്ലേ പറഞ്ഞേ, കേട്ടിടത്തോളം സത്യവാ. ഇവക്ക് പക്ഷെ അവരത്ര പിടിച്ചിട്ടില്ല. ആണോടി? എന്റെ അമ്മയെ ഉപേക്ഷിച്ച് കൂട്ടരല്ലേ? എന്റെ അമ്മ സൂയിസൈഡ് ചെയ്തത് അവര് കാരണമല്ലേ? എന്നിട്ടിപ്പോ മരിക്കാൻ നേരത്തൊരു സ്നേഹം. ഞങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒട്ടും മനസ്സിലായിരുന്നു. ഞാൻ അവരുടെ കൂടെ പോയേക്കുന്ന പേടിയാ രണ്ടുപേർക്കും. ഓ, നിനക്ക് പോണെങ്കി അങ്ങ് പൊക്കോ. നന്ദിയില്ലാത്ത ഒരു പെങ്കൊച്ചിനെയാ ഞങ്ങള് മോളെ പോലെ നോക്കിയതെന്ന് വിചാരിച്ചങ്ങ് സമാധാനിച്ചോളാം. അടിപൊളി. തല്ലിക്കൊന്നോ ഞാൻ പോകത്തില്ല ചേച്ചി. അമ്പോ എന്തുവാടി ഇത്? 5 സ്റ്റാർ സെറ്റപ്പ് ആണല്ലോ. നീയാണോ ഇപ്പൊ ഇവിടുത്തെ മുതലാളി? ഞാൻ തന്നെയാ. താഴെയുള്ള 2 ആത്മാക്കള് ഗെറ്റ് ഔട്ട് അടിക്കുന്നത് വരെ. അവര് ഗെറ്റ് ഔട്ട് അടിച്ചാ ഞാൻ പിന്നെ പിച്ചക്കാരിയാ. ആ ബോധം ഉണ്ടല്ലോ അല്ലേ? ആ, എനിക്ക് ആരുമില്ലെന്നൊന്നും വിചാരിക്കണ്ട. എന്നെ ഒരാളെ തിരക്കി വന്ന കാര്യം ആന്റി പറഞ്ഞത് കേട്ടില്ലായിരുന്നു. നീ എന്നെ ഫോണിൽ വിളിച്ചപ്പോ പോലും പറഞ്ഞില്ലല്ലോ. ആരൊക്കെയാ വന്നേ? ആരെ കാണാനാ നീ പോയേ? ആ, എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ ഞാൻ പറയാതിരുന്നെ. എന്നോടോ? എന്നോട് എന്തിനാടി ഇഷ്ടക്കേട്? ശ്ശോ, ചേച്ചിയോട് അല്ലെന്നേ, അവിടുന്ന് തിരക്കി വന്ന ആളോട്. അല്ല, ശരിക്കും ആരാ നിന്നെ അന്വേഷിച്ചു വന്നേ? ആ, ഒരു കളവൻ. നേരിൽ അങ്ങനെ സംസാരിച്ചു പോരുത്. കിഴവൻ നമ്മുടെ പ്രായം കടന്നു പോയവരാ നീ കിളവെന്ന് വിചാരിക്കുന്ന ഓരോരുത്തരും. കണ്ടോ മനുഷ്യേട്ടാ, ഈ ചേച്ചി എന്നെ തല്ലി. അത് ഞാൻ ചേച്ചിയുടെ അല്ലേലും എനിക്കറിയാം മനുഷ്യേട്ടൻ ചേച്ചിയുടെ കക്ഷിയാണെന്ന്. കൊഞ്ചാതെ കാര്യം പറവണേ. ആരാ വന്നത്? ആ, എന്റെ മുത്തച്ഛനാണെന്നാ പറഞ്ഞ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. വിശദമായിട്ട് പറ. ശരിക്കും മുത്തശ്ശൻ തന്നെയാണോ? ആ, അത് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോ കാറി വെച്ച് അങ്കിൾ എന്നോട് പറഞ്ഞു അവിടെ രോഗിയായിട്ട് കിടന്നത് എന്റെ അച്ഛനായിരുന്നു. അതറിഞ്ഞിട്ടും നിനക്കൊന്നും തോന്നിയില്ലേ? എനിക്ക് എന്നാ തോന്നാന്, കാണണ്ടായിരുന്നു തോന്നി. മനുവേട്ട ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇവൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? മോളെ, ഈ മഹാപ്രപഞ്ചത്തില് നമ്മൾ ജനിക്കാനും ജീവിക്കാനും കാരണക്കാരായ ചില മനുഷ്യരുണ്ട്. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, പിതാമഹൻ, പൂർവ്വപിതാക്കന്മാര്. നമ്മുടെ ശരീരവും ജീവനും അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ബാക്കിയെല്ലാം നമുക്ക് വില കൊടുത്ത് വാങ്ങാം. ഞാൻ പറഞ്ഞ ആളുകളെ എത്ര വില കൊടുത്താലും കിട്ടത്തില്ല. എന്റെ മുന്നിലുണ്ടല്ലോ ഉദാഹരണം അലീന. അമ്മ ഇല്ലാഞ്ഞിട്ടാണോ? അമ്മയ്ക്ക് വേണ്ട. അങ്ങോട്ട് തേടി ചെന്നപ്പോ പിശാചിന്റെ പോലെ ദേഷ്യവും വെറുപ്പും. അച്ഛനമ്മമാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടത്തില്ല മോളെ. എനിക്ക് കിട്ടിയില്ല. നിനക്കൊരു അച്ഛനും മുത്തച്ഛനും ഉണ്ടെങ്കിൽ നീ അത് വില കുറച്ച് കാണരുത്. അവരുടെ സ്നേഹത്തിനും അനുഗ്രഹത്തിനും വലിയ വിലയുണ്ട്. എന്നാലും എന്നെ എന്റെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞ ആളല്ലേ ചേച്ചി. അതുകൊണ്ടല്ലേ എന്റെ അമ്മ ആത്മഹത്യ ചെയ്തത്. ഞാൻ അനാഥയായതും അതുകൊണ്ടല്ലേ. ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏകദേശ രൂപം മാത്രമേ ഉള്ളൂ. അത് തന്നെ ശരിയാവണമെന്നില്ല. തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരുമില്ലെന്ന് ഓർക്കണം. നമുക്ക് ആരെയും വിലയിരുത്താനും വിധിക്കാനും അവകാശമില്ല. ഓരോരുത്തർ ഓരോ കാലത്തും ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിന് പുറകിലും ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇല്ലേ മനുവേട്ട? അതങ്ങനെയാ. അവരിങ്ങോട്ട് തേടി വന്നതല്ലേ രേവതിക്കുട്ടിയെ. അതിന് പുറകില് എന്തുമാത്രം അന്വേഷണം നടത്തിക്കാണോ അവര്? എന്തുമാത്രം ആഗ്രഹിച്ചു കാണും നിന്നൊന്ന് കാണാൻ. കണ്ടപ്പോ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും. ഒന്ന് ഓർത്തു നോക്കേ. അതുകൊണ്ട് ഇനി അവരെ വിളിച്ച ഫോൺ എടുക്കണം. അവരോട് സംസാരിക്കണം. കാണണമെന്ന് പറഞ്ഞ അവിടെ ചെല്ലണം. എന്റെ ഒരു വിശ്വാസം കൊണ്ടും ഇൻറ്റ്യൂഷൻ കൊണ്ടും ഞാൻ പറയുക, നിന്നെ കണ്ട ശേഷം ആ അച്ഛന് ഒരുപാട് ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ രോഗത്തിന് പോലും ഒരിത്തിരി കുറവ് എന്ന് കാണും. പിന്നെ നീ ആ അച്ഛനെ ഓർക്കണം. അദ്ദേഹത്തിന് സുഖപ്പെടണേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനൊരു ശക്തിയുണ്ട് മോളെ. അതുപോലെ തന്നെ നിന്നെ തേടി വന്ന ആ മുത്തശ്ശൻ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പ്രായത്തിൽ ഇവിടെ വന്ന് നിന്നെ കണ്ടപ്പോ എന്തോ ഒരു സന്തോഷം തോന്നിക്കാണോ ആ മനുഷ്യന്. ആ മനുഷ്യനെ കിളവെന്ന് വിളിച്ച് നിസ്സാരക്കാരനാക്കല്ലേ മോളെ. എനിക്കുണ്ടായിരുന്ന ഒരു മുത്തശ്ശൻ. നമ്മളിവിടെ ഇന്ന് ഒന്നിച്ചുകൂടി ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹം മനസ്സ് വെച്ചോണ്ടാ. ഇനി അദ്ദേഹത്തെ കാണുമ്പോ മുത്തശ്ശാന്നൊന്ന് വിളിക്കണം കേട്ടോ. സോറി ചേച്ചി, അച്ഛേട്ടാ സോറി. ഞാൻ ഓർത്തു എന്റെ അമ്മ. സാരല്ല പോട്ടെ, സാര. ഒരു കാർ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അല്ല, കാർ ആക്സിഡന്റോ? അതെങ്ങനെ? നീ ബാക്ക് സീറ്റിൽ ഇരുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിയർവ്യൂ മിററിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അവര് തമ്മില് നല്ല ഇണക്കോ അല്ലേ ആന്റി?